الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ സർവാധനരായ വിശിഷ്യ വ്യക്തിത്വങ്ങൾ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ സാമൂഹികതയെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരധ്യായമാണ് സൂറത്തുൽ മാഊൻ. ഈ സൂറത്തിലൂടെ രണ്ട് വിഭാഗത്തെ കുറിച്ചാണ് ഹൃസ്യമായ രൂപത്തിൽ പ്രതിപാദിക്കുന്നത്. ഒരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അന്ത്യനാളിനെ നിഷേധിക്കുന്ന അവിശ്വാസികളെ കുറിച്ച്, രണ്ടാമത് താൻ ചെയ്യുന്ന കർമ്മം മറ്റുള്ളവൻ കാണണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കപട വിശ്വാസിയെ കുറിച്ചുമാണ് ഈ സൂറത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഈ സൂറത്തിലൂടെ അനാഥരെ, അഗതികളെ, ആശ്രിതരെ, പരോപകാരം അവരെയൊക്കെ സഹായിക്കുകയും ചേർത്തു പിടിക്കുകയുമാണ് ഈ സൂറത്തിലൂടെ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഊനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നബി, അങ്ങ് അറിയുന്നില്ലയോ അന്ത്യനാളിനെ നിഷേധിക്കുന്നവരെ? അങ്ങ് അറിയുമോ എന്ന് ഈ ഖുർആനിലൂടെ ആയത്ത് സൂക്തത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അൽ ഫദാലിക്കല്ലദീ യദഉൽ യതീം, അവർ തന്നെയാണ് യതീമുകളെ തടയുന്നവർ, അവർ തന്നെയാണ്. ഈ ആയത്ത് വരുന്നതിന്റെ സബബ് നുസൂൽ, ഇത് ഇറങ്ങാനുള്ള കാരണം തന്നെ ഖുർത്തുബി ഇമാം അവിടുത്തെ അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്ന തഫ്സീറിൽ വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട്. ആസിബ് ഇബ്നു വായിലും അതേപോലെ വലീദ് ഇബ്നു മുഗീറ തുടങ്ങിയവർ ആശ്രിതരോട് അവർ കാണിച്ച നികൃഷ്ടമായ സമീപനത്തെ അപലപിച്ചതുകൊണ്ടാണ് ഈ സൂക്തം ഇറങ്ങാനുള്ള കാരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുറൈശുകൾക്ക് പണ്ട് ഖുറൈശുകൾ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ആട്ടിനെ ഇറച്ചി അതിന് പാചകം ചെയ്ത് ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അവരുടെ അടുക്കലേക്ക് യതീമുകൾ വന്നപ്പോൾ ആ യതീമുകളെ അവർ തടഞ്ഞത് മാത്രമല്ല, അവരെ ആട്ടി ഓടിപ്പിക്കുകയും ചെയ്തത് മാത്രമല്ല, വടിയെടുത്ത് അടിക്കുകയും ചെയ്തു. അവരെയാണ് ഈ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നത്. ഈ സൂക്തത്തിലൂടെ അല്ലാഹു പറയുന്നത് ഈ 2 വിഭാഗവും നരകത്തിലാണ്, ആ വിഭാഗത്തിൽ നാം പെട്ടുപോകരുതേ എന്ന് വലിയൊരു താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിതിലൂടെ നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സൂക്തത്തിലൂടെ എന്ന് പറയുന്നു, അവർ ഭക്ഷണം നൽകുകയില്ല, മാത്രമല്ല അവർ നൽകുന്നതിനെ പ്രേരിപ്പിക്കുകയുമില്ല. മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുന്നതിന് അവർ പ്രേരിപ്പിക്കുകയും പോലുമില്ല. അവർ മറ്റൊരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ നിസ്കരിക്കുന്നവർ നരകത്തിലാണ്. എങ്ങനെയുള്ള നിസ്കാരം? الذين هم عن صلاتهم ساهون. എങ്ങനെയുള്ള നിസ്കരിക്കുന്നവരാണ് നരകത്തിൽ? ആ നിസ്കാരത്തിൽ അവർ അശ്രദ്ധന്മാരാണ്. അല്ലാഹു കാണണമെന്നല്ല, അവിടെ ചിന്തയിൽ ഞാൻ വലിയ സുപ്പീരിയർ ആണ്, ഞാൻ വലിയ ജെന്റിൽമാനാണ്, ഞാൻ വലിയവനാണ്, ഞാൻ എല്ലാത്തിനും പറ്റിയവനാണ്, ഞാൻ ഈ തറവാട്ടിൽ പിറന്നവനാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനെ അല്ലാതെ മറ്റുള്ളവർ കാണാൻ വേണ്ടി അവൻ ചെയ്യുന്ന നമസ്കാരമില്ലേ, ആ നിസ്കരിക്കുന്നവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, അവനാണ് നരകത്തിൽ
അവൻ നരകത്തിലാണ്. അല്ലാഹു പറയുന്നു വല്ലദീന ഹും യറാഊൻ. വീണ്ടും അവരുടെ വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർ മറ്റുള്ളവർ കാണാൻ വേണ്ടി, മറ്റുള്ളവർ കാണണം ഞാൻ നിസ്കരിക്കുന്നത്, ഞാൻ വലിയൊരു മാന്യനാണ്, ഞാൻ എല്ലാത്തിനും പറ്റിയവനാണ്, ഞാൻ വലിയ നാട്ടിലെ പ്രമാണിയാണ്, ഞാൻ എല്ലാത്തിനും ഒതുങ്ങുന്നവനാണ് എന്നൊക്കെ ഒരു തോന്നിപ്പിക്കലിന് വേണ്ടി അവൻ അല്ലാഹുവിനെ അല്ലാതെ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി നിസ്കരിക്കുന്നു. വീണ്ടും അവരുടെ വിശേഷണമായി ഖുർആൻ പറയുന്നു വയംനഊനൽ മാഊൻ. അവർ പരോപകാരത്തെ നിഷേധിക്കുന്നവർ കൂടിയാണ്. അവർ പരോപകാരം മറ്റുള്ളവർക്ക് സഹായിക്കുക, ആ സഹായിക്കുന്നതിനെ അവർ എതിർക്കുന്നവർ കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, യതീമുകൾക്ക് നാം ഭക്ഷണം കൊടുക്കണം, യതീമുകളെ സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അന വകാഫിൽ യതീമി ഹകദാ, അന വകാഫിൽ യതീമി ഹകദാ. ഞാനും എൻ്റെ സ്വഹാബത്ത്, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ നബിയേ, എനിക്ക് എന്റെ മനസ്സ് കടോലമാണ് നബിയേ, എന്റെ മനസ്സ് മോശമാണ് നബിയേ, നീചമാണ് നബിയേ, എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ നൽകണം നബിയേ എന്ന് ചോദിച്ചപ്പോൾ ആരംഭ പൂവായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, മോനെ, നീ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും യതീമുകളെ നീ തലോടുകയും ചെയ്യുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രകൃതിയിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പറയുന്ന ഒരു കോഴ്സ് നമുക്ക് വളരെ പ്രസക്തമായി ഇവിടെ ഓർക്കാൻ സാധിക്കും. നാച്ചുറൽ can fulfill all the human needs but not his creating. മനുഷ്യനെ അവന് വേണ്ടതെല്ലാം ഈ പരിസ്ഥിതി, പ്രകൃതി അവന് വേണ്ടതെല്ലാം ഫുൾഫിൽ ചെയ്യും, അവന് വേണ്ടതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്. പക്ഷേ അവൻ അത്യാഗ്രഹത്തെ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി കുറെ സംഭവങ്ങളൊക്കെ അവൻ കൂട്ടി എല്ലാത്തിനെയും എനിക്ക് മാത്രം, മറ്റുള്ളവൻ വേണ്ട എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവനിക്ക് ആവശ്യങ്ങൾ തീർക്കാൻ സാധിക്കുകയില്ല. രാഷ്ട്രപിതാവിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഇതിലൂടെ നമുക്ക് ധാരാളം സംഭവങ്ങൾ ഈ സൂറത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യത്വവും സ്നേഹവും സൗഹൃദവും കൈകോർക്കലോടും ഈയിടക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഒരു റഹീം എന്ന ഒരു സഹോദരന് വേണ്ടി ജനമനസ്സുകൾ കൈകോർത്തത്, ആ ഒരു കൈകോർക്കൽ കാരുണ്യവും സ്നേഹർഷവും സാന്ത്വനവുമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി തന്നെ ഇതിലൂടെ അവതരിപ്പിക്കുന്നതും നമ്മോട് പറയുന്നതും എല്ലാം ഇത്രക്കും ഇങ്ങനെയുള്ള സമീപനമാണ് നാം മനുഷ്യരോട് ചെയ്യേണ്ടത്. ഈ കാര്യത്തോട് നാം എതിര് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നരകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലൊന്ന് കുത്തിവെക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണോ, അതനുസരിച്ച് ജീവിച്ചാൽ സ്വർഗം നമുക്കൊന്ന് കരഗതമാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.